കഴക്കൂട്ടത്തേക്ക് വിലാപയാത്ര എത്തുകയാണ്. വളരെ നേരമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്ന ഒരു വലിയ ജനക്കൂട്ടം അവിടെയുണ്ട്. വി.എസ്. അച്യുതാനന്ദൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര, അത് ദർബാർ ഹാളിൽ നിന്ന് 2:30 ആരംഭിച്ച വിലാപയാത്ര ഇപ്പോൾ കഴക്കൂട്ടത്തേക്ക് എത്തുകയാണ്. വലിയ ധീരനായ, ഒരുപാട് പേർക്ക് മാതൃകയായ മഹാമനുഷ്യനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി കാണാൻ കാത്തു നിൽക്കുകയാണ് ജനക്കൂട്ടം. പലയിടങ്ങളിലും തടിച്ചുകൂടിയും വാഹനത്തിനൊപ്പം ഒപ്പം ഓടിയുമൊക്കെ മുദ്രാവാക്യം വിളിക്കുന്ന സ്ത്രീകളടക്കമുള്ള ആളുകളെ നമ്മൾ കണ്ടു. പുതിയ തലമുറയിലെ കുട്ടികളെ നമ്മൾ കണ്ടു. ഒരു തവണ പോലും വി.എസിനെ കണ്ടിട്ടില്ലാത്ത, കേട്ടു മാത്രമറിഞ്ഞ വി.എസിനെ അവസാനമായി, ഇനി അവർക്ക് കാണാൻ സാധിക്കില്ല, അവസാനമായി ഈ അവസാന യാത്രയിൽ ഒന്ന് കാണണം, കണ്ട് മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തിന് യാത്ര പറയുകയാണ് പല ആളുകളും. അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ സമരമുറകൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, എല്ലാവരെയും ഒരുപോലെ, എല്ലാവർക്കും കേട്ടിരിക്കാൻ അത്രത്തോളം ആഗ്രഹമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അതൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ്. ടി.ജി. സജിത്ത് കഴക്കൂട്ടത്ത് നിന്നും തുടരുന്നു. അശ്വതി സൂചിപ്പിച്ചതുപോലെ കഴക്കൂട്ടത്തേക്ക് വിലാപയാത്ര എത്തിച്ചേരുകയാണ്. നിശ്ചയിച്ച ആ ഷെഡ്യൂളുകളെല്ലാം മാറുന്നു. ഇവിടേക്ക് എത്തുന്ന സമയം ഏറെ വൈകി. നഗരപ്രദേശം ഇതുവരെയും പൂർണ്ണമായും വിട്ടിട്ടില്ല. ഇവിടെ കഴക്കൂട്ടത്തേക്ക് എത്തുമ്പോൾ വെളിച്ചം പൂർണ്ണമായും മങ്ങുന്നു. പക്ഷേ ആളുകൾ കാത്തു നിൽക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആളുകൾ പുഷ്പവുമായി വി.എസിന് വിട ചൊല്ലുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. സഖാവ് വി.എസിന് പ്രണാമം എന്ന ബോർഡുമായി ആളുകൾ ഇങ്ങനെ വഴിയുടെ ഒരു സൈഡിൽ ദേശീയപാതയുടെ അരികു പറ്റി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. വലിയ ആൾക്കൂട്ടമാണ് കഴക്കൂട്ടത്ത് കാണുന്നത്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്. അങ്ങനെ പ്രായഭേദമന്യേ വലിയ പങ്കാളിത്തം. പ്രത്യേകിച്ചും ഈ സമയത്ത് സ്ത്രീകളൊക്കെ കൂട്ടത്തോടെ വി.എസിന് വിട നൽകാൻ, വി.എസിനെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നു എന്നത് അതിന്റെ വൈകാരിക തലം വലുതാക്കുന്നു. കഴക്കൂട്ടത്തെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ദേശീയപാതയിൽ യഥാർത്ഥത്തിൽ ഗതാഗതം നിയന്ത്രിക്കാൻ തന്നെ വലിയ പാടുപെടുന്നുണ്ട്. കാരണം ദീർഘദൂര വാഹനങ്ങളൊക്കെ സഞ്ചരിക്കേണ്ട ഇടമാണ്. അതുകൊണ്ട് തന്നെ റോഡിന്റെ ഒരു സൈഡിലൂടെ വാഹനം കടത്തിവിട്ടുകൊണ്ട് മറ്റിടങ്ങളിൽ വലിയ തരത്തിൽ ആളുകൾക്ക് കടന്നു പോകാൻ കഴിയുന്ന ആളുകളെ നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ക്രമീകരണം വെച്ചിരിക്കുന്നത്. അത്ര വലിയ ആൾക്കൂട്ടമാണ് കഴക്കൂട്ടം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടത്തേക്ക് വിലാപയാത്ര അല്പസമയത്തിനുള്ളിൽ തന്നെ കടന്നു വരും. ആ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത്ര വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ കൂടുന്നത്. ദേശീയപാതയുടെ ഇരു സൈഡുകളിലും. ഇതിനുശേഷം ഇനി തൊട്ടപ്പുറം വെട്ട് റോഡ്, അതിനുശേഷം കനിയാപുരം, ഇങ്ങനെയാണ് അടുത്ത പോയിന്റുകൾ. പക്ഷേ ഇവിടെയൊക്കെ വലിയ രീതിയിൽ ആൾക്കൂട്ടമുണ്ട്. കാരണം ഇവിടെയുള്ളവർ മണിക്കൂറുകളായി വി.എസിനെ കാത്തു നിൽക്കുകയാണ്. കാരണം നേരത്തെ നിശ്ചയിച്ച സമയക്രമം അനുസരിച്ച് മുമ്പേ എത്തേണ്ടതായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇവർ കാത്തു നിൽക്കുന്നു. വലിയ ആൾക്കൂട്ടമാണ് ഈ മേഖലകളിലുള്ളത്. ഇനി അങ്ങോട്ടുള്ള ഇടങ്ങളിലുമൊക്കെ വലിയ ആൾക്കൂട്ടമാണ് അനുഭവപ്പെടുന്നത്. ദൂരെ നിന്നും വി.എസിന്റെ വാഹനം കടന്നു വരുന്നത് കാണാം. അപ്പോൾ തന്നെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. വി.എസിന്റെ വിലാപയാത്ര കടന്നു വരുന്നത്. അതാണ് കഴക്കൂട്ടത്തേക്ക് ഇപ്പോൾ വിലാപയാത്ര കടന്നു വരികയാണ്. വലിയ മുദ്രാവാക്യം വിളി നമുക്ക് അവിടെ നിന്ന് കേൾക്കാം. വി.എസിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ ശൈലി, അത് ഓരോ തവണയും ഓരോ പ്രസംഗത്തിലും അദ്ദേഹം വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തുമ്പോൾ കവിതകളായും കൃത്യമായി എഴുതി വെച്ച മൂർച്ചയുള്ള വാക്യങ്ങളായും ഒക്കെ അത് പുറത്തു വരുമ്പോൾ അതിന് മുകളിൽ ഒരു മറുപടി വി.എസിന് കൊടുക്കാൻ പലപ്പോഴും എതിരാളികൾ ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ രാഷ്ട്രീയ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടതാണ്. ഏറ്റവും എടുത്തു പറയേണ്ടത് 2011 തെരഞ്ഞെടുപ്പിൽ വി.എസിൻ്റെ പ്രായാധിക്യത്തെ പറ്റി ഒരു വലിയ വിമർശനം, കളിയാക്കലുകളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് തിരുമുമ്പിൻ്റെ കവിതയിലെ ടി.എസ്. തിരുമുമ്പിൻ്റെ കവിതയിലെ വരികൾ ചൊല്ലിയിരുന്നു. ഒരുപക്ഷെ ആ കവിത അന്നായിരിക്കണം നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവുക. പക്ഷേ ആ വരികൾ എത്രത്തോളം അർത്ഥവത്താണെന്നും കളിയാക്കിയ ആളുകൾക്ക് അത് കുറുക്കിക്കൊള്ളുന്ന രീതിയിലുള്ള മറുപടിയാണെന്നും കേട്ട ഉടനെ മനസ്സിലാക്കാൻ ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലായിരുന്നു വി.എസിൻ്റെ മറുപടി. തല നരയ്ക്കുവതല്ലെൻ്റെ വൃദ്ധത്വം,
തല നരയ്ക്കാത്തതല്ലെൻ്റെ യുവത്വവും, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്ത ശീലമൻ യൗവനം. ഇത് പറഞ്ഞ് എൻ യൗവനം എന്ന് പറയുന്നത് 2 തവണ ആവർത്തിച്ച് കേൾക്കുന്നയാളുടെ മനസ്സിൽ ഉറപ്പിക്കുന്ന VS-ൻ്റെ തൻ്റേതായ ശൈലിയിലുള്ള തലയാട്ടിക്കൊണ്ടുള്ള അവസാനം ആ വായടച്ചുള്ള ആ പ്രയോഗങ്ങളൊക്കെ അത് രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ VS-നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന, നെഞ്ചോട് ചേർത്തിരുന്ന ജനങ്ങളെ എത്രയധികം ആവേശം കൊള്ളിച്ച വരികളായിരുന്നു. പല പ്രസംഗങ്ങളിലും കയ്യടി നേടിക്കൊണ്ട് VS പറഞ്ഞ കാര്യങ്ങളെല്ലാം മറുപടി പ്രതിയോഗികൾക്ക് മറുപടി കൊടുത്തിരുന്ന അല്ലെങ്കിൽ VS-നെ കളിയാക്കുന്നവർക്ക് മറുപടി കൊടുത്തിരുന്ന ആ വാക്യങ്ങളെല്ലാം VS-ൻ്റെ തനതായ ശൈലി. ഒരു പ്രാസംഗികൻ എങ്ങനെയാകണം, അത് വടിവൊത്ത വാക്കുകൾ കൊണ്ട് വാക്കുകൾ അമ്മാനമാടിക്കൊണ്ട് നടത്തുന്ന പ്രാസംഗികനല്ലായിരുന്നു VS എങ്കിൽ പോലും ആളുകൾ കേട്ടിരിക്കുന്ന, എവിടെ VS-ൻ്റെ പ്രസംഗമുണ്ടെങ്കിലും അത് കേൾക്കാൻ പോകുന്ന ഒരു വലിയ ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അത് പാർട്ടിക്കകത്തും പാർട്ടിക്ക് പുറത്തും VS-നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗ ശൈലി അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്.